الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما والحمد لله على كل حال. أبو هريرة റളിയല്ലാഹു അൻഹു സിയറു അലാം അന്നുബല എന്ന ഈ കിതാബിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. അപ്പം അതിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് ധാരാളം പേര് പറയപ്പെട്ടു. അതിൽ ഇമാം നവവിയൊക്കെ പ്രബലപ്പെടുത്തിയ പല പണ്ഡിതന്മാരും പ്രബലപ്പെടുത്തിയ പേര് അബ്ദുറഹ്മാൻ ഇബ്നു സുഖർ റളിയല്ലാഹു അൻഹു എന്നാണ്. അദ്ദേഹത്തിന് നൽകിയ വിശേഷണം ഫഖീഹ്, മുജ്തഹിദ്, ഹാഫിള് എന്നാണ്. സയ്യിദുൽ ഹുഫാദ് എന്നറിയപ്പെട്ട സഹാബിയാണ്. അതായത് ഹദീത്ത് ഹിഫ്ള് ചെയ്തവരുടെ നേതാവ്. അപ്പോൾ ഇതൊന്നും വെറുതെ പറയൂല, അതിന് യോഗ്യനായാലേ പറയുള്ളൂ. ഫഖീഹ്, മുജ്തഹിദ്, ഹാഫിൾ എന്ന് പറഞ്ഞാൽ ഹദീത്ത് ഹിഫ്ളുള്ള ആൾ, സയ്യിദുൽ ഹുഫാദ് എന്ന് അറിയപ്പെട്ടിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പേരിട്ടിയെന്ന്, അബൂ ഹുറൈറ എന്ന് പേരിട്ടിയെന്ന്. അത് നാട്ടുകാരിട്ടതാണ്. നാട്ടുകാരിട്ട് പറഞ്ഞാൽ ഒരിക്കൽ ഞാൻ അങ്ങനെ പോകുമ്പോൾ എനിക്ക് ഒരു പൂച്ചക്കുട്ടി. അപ്പം ഞാൻ അതിനെ ഡ്രസ്സിൻ്റെ കുമ്മുണ്ടല്ലോ, അത് കുറച്ച് വലിപ്പമുണ്ടാവും അറബിയാളെ കുപ്പായത്തിന്. അപ്പോൾ അതിലിട്ടു എന്നാണ്. ഇട്ടിങ്ങനെ വരുമ്പോൾ ആൾക്കാർ അബൂ ഹുറൈറ എന്ന് വിളിച്ചു. അങ്ങനെ കിട്ടിയ പേരാണ് അബൂ ഹുറൈറ. അദ്ദേഹത്തിൻ്റെ ഉമ്മൻ്റെ പേര്, ബാപ്പൻ്റെ പേര് ഇപ്പം നമ്മൾ പറഞ്ഞത് സുഖർ പറഞ്ഞു. ഉമ്മൻ്റെ പേരാണ് മൈമൂന ബിൻത് സുബൈഹ്. മൈമൂന ബിൻത് സുബൈഹ്, അതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മൻ്റെ പേര്. ഖൈബറിൻ്റെ വർഷത്തിലാണ് അദ്ദേഹം മുസ്ലിം ആവുന്നത്. ഖൈബർ യുദ്ധം നടന്നതെന്നാ 7-ാം വർഷം ജൂതന്മാരായിട്ടുള്ള ആ ഖൈബർ യുദ്ധം, അത് 7-ാം വർഷത്തിലാണ്. ആ സന്ദർഭത്തിലാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുസ്ലിം ആവുന്നത്. അദ്ദേഹം മുസ്ലിമായിക്കൊണ്ട് മദീനത്ത് ചെന്നു. മദീനത്ത് ചെന്നപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല, യുദ്ധത്തിന് പോയിക്കുക. ഖൈബർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അപ്പം വേറെ ഒരു സഹാബിയാണ് ഇമാമിക്കുന്നത്, അദ്ദേഹത്തിനാണ് ഉത്തരവാദിത്വം. അപ്പോൾ അതിൽ വൈലുലിൽ മുത്തഫിഫീൻ എന്ന സഹാബി ഇശാൻസ്കാരത്തിന് ഓതിയെന്നാണ്. ഓതിയത് കേട്ടപ്പം അദ്ദേഹം തൻ്റെ നാട്ടുകാരുടെ മേൽ ഓർക്കൊക്കെ നാശം, അവരൊക്കെ അളവിലും തൂക്കത്തിലും വല്ലാതെ കൃത്രിമം കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എന്ന് ചരിത്രമുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നെയാണ് കണ്ടുമുട്ടുന്നത് എന്നർത്ഥം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രകൃതി പറയുന്നത് ഒരു ഇരുനിറത്തോട് സാദൃശ്യമായ വെളുത്ത നിറം. കാരണം വെളുത്ത നിറെന്നും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇരുനിറെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലുണ്ടാ വാടിന നിറയുക. അപ്പോൾ വെളുത്താണോ വെളുത്തിട്ടുണ്ടാവും, എന്നാൽ വെയിലുണ്ടാ കരുവാളിക്കുമല്ലോ. അതാണ് കണ്ടപ്പോഴുള്ളത് പറഞ്ഞതാവും. അതുകൊണ്ട് വെളുത്ത് ഇരുനിറത്തോട് സാദൃശ്യമുള്ള വെളുപ്പ്, നല്ല വിരിഞ്ഞ മാറായിരുന്നു, പല്ലിന് ഗ്യാപ്പ് ഉണ്ടായിരുന്നു,
അതൊക്കെയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ആകാരം എന്ന് പറയുന്നത്. ചുവന്ന താടിയായിരുന്നു അദ്ദേഹം, നിറം പൂശൽ, താടിക്ക് നിറം കൊടുത്തിരുന്നു, ചുവന്ന താടിയായിരുന്നു എന്ന് അദ്ദേഹത്തിനെ കുറിച്ച് കാണാം. പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത്, ഞാൻ ഖൈബർക്ക് പിന്നെ ചെന്നു. ഖൈബർ യുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഖൈബറിൻ്റെ മുമ്പ് മുസ്ലിമായി അവിടെ ചെന്നപ്പോൾ അതിന് യുദ്ധമൊക്കെ കഴിഞ്ഞിരുന്നു എന്നാണ്. അങ്ങനെ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖൈബർ യുദ്ധത്തിൽ പങ്കെടുത്തണമെന്ന് ചോദിച്ചാൽ പങ്കെടുത്തിട്ടില്ല എന്നാണ്. ഇനി പിന്നെ ഞാൻ ഇശാ എന്നാണ്, സുബഹി നിസ്കാരത്തിലാണ്. സിബാ ഇബ്നു ഉർഫത്ത റളിയല്ലാഹു അൻഹുവിനായിരുന്നു ഖൈബർ യുദ്ധ സമയം മദീനൻ്റെ ചുമതല. അപ്പോൾ അദ്ദേഹം 1-ാം റക്അത്തിൽ സൂറത്ത് മറിയമും 2-ാം റക്അത്തിൽ ഈ സൂറത്ത് മുത്തഫിഫീനും ഓതി. അപ്പോഴാണ് പറഞ്ഞത്, പിന്നെ ഈ അസ്ദ് ഗോത്രത്തിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കണോല് ഉണ്ട്, ഓർക്കൊക്കെ വൈലുൻ എന്ന് പറഞ്ഞാൽ ഈ ആയത്ത് പറഞ്ഞ വൈല് അവർക്കുണ്ട്. പക്ഷെ പ്രാർത്ഥിച്ചല്ല, അവർ തിരുത്തിയില്ലെങ്കിൽ അവർക്ക് വൈലുണ്ടാവും എന്ന് പറഞ്ഞാണ് എന്ന് പറഞ്ഞു. ഇനി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ചില ചരിത്ര സംഭവങ്ങൾ പറയാണ്. അദ്ദേഹം പിന്നെ പട്ടിണിക്കാരനായിരുന്നു. പൊതുവിൽ കയ്യിൽ പണമില്ലാത്ത, എപ്പോഴും പട്ടിണി സഹിച്ചുകൊണ്ട് പഠനം നടത്തിയ ഒരാളായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മദീനയിലേക്ക് ഹിജറ വരുമ്പോൾ, മുസ്ലിമായി ഹിജറ വരുമ്പോൾ അദ്ദേഹത്തിനൊരു അടിമയുണ്ടായിരുന്നു. വൈക്കൽ വെച്ചിട്ട് ആ അടിമ ഓടിപ്പോയി എന്നാണ്. ആ അടിമ ഓടിപ്പോയി. അപ്പം അങ്ങനെ സമ്പത്ത് നഷ്ടപ്പെട്ടു. ഒരടിമ ഉണ്ടായിരുന്നു, ആ അടിമ ഓടിപ്പോവുകയും ചെയ്തു. പിന്നുള്ളത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് പട്ടിണിയായിരുന്നു ബാക്കി. അങ്ങനെ പലപ്പോഴും ഭക്ഷണം കിട്ടാതെ, വിശപ്പ് സഹിക്കാൻ പറ്റാതെ വയറിൽ കല്ല് വെച്ച് കെട്ടിയ അവസ്ഥ എനിക്കുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ വഴിയിൽ ബോധം കെട്ട് വീണെടുക്കുമ്പം എന്നെ ജിന്ന് ബാധിച്ചതാണ് എന്ന് പറഞ്ഞ ആളുകൾ എനിക്ക് റുക്കിയ ചെയ്യാൻ ഒരുങ്ങിയത് എനിക്കറിയാം. പൈച്ചു ബോധം കെട്ടാണ്. ആൾക്കാർ വിചാരിച്ച് ഞാൻ ജിന്ന് ബാധിച്ച് മറിഞ്ഞിട്ട് വീണതാണെന്ന് വിചാരിച്ച് എന്നെ റുക്കിയ നടത്താൻ എൻ്റെ സമീപത്തിരുന്നത് എനിക്കറിയാം എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒരിക്കൽ ഒരു ചരിത്രത്തിലുള്ളത്, പയച്ചിട്ട് ഒരു പിടുത്തില്ലാഞ്ഞപ്പം അദ്ദേഹം പിന്നെ പുറത്തിങ്ങനെ ഇറങ്ങി. പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തരുമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നത്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖിനോട് ഒരു ആയത്തിനെ കുറിച്ച് ഇങ്ങനെ ഒരു സംശയം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്തിനാ പറയാൻ, ഞാൻ ചോദിച്ചത് മസാല ഇട്ടാനല്ല, പഴിച്ചിട്ടാണ്. അപ്പം അതിൻ്റെ മസാല പറഞ്ഞെടുക്കുന്ന ജീവ എൻ്റെ തിന്നിട്ട് പറയാമെന്ന് പറയില്ല. പക്ഷെ കൊണ്ടുപോണില്ല. അബൂബക്കർ ഫത്വ പറഞ്ഞെടുത്തു, മസാല ഞാൻ ചോദിച്ചതിൻ്റെ യഥാർത്ഥ മസാല മനസ്സിലായില്ല. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ഇതേ കാര്യം അങ്ങനെ ഒരു സംശയം ചോദിച്ചു. അദ്ദേഹത്തിനും സംഗതി മനസ്സിലായില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അപ്പം എൻ്റെ മുഖത്തുനിന്ന് ആൾക്ക് കാര്യം പിടികിട്ടി. അങ്ങനെ എന്നെ വിളിച്ചു കൊണ്ടുപോയി. വീട്ടിൽ ചെന്ന് എന്താ ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതാ ഒരു പാത്രത്തിൽ കുറച്ച് പാലുണ്ട്, ഒരാൾ തന്നതാണ്. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ബാക്കിയുള്ളവരോട് വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പട്ടിണി പാവങ്ങൾ കുറേ ആൾക്കാർ പള്ളിക്കലുണ്ട്. അഹ്ലുസ്സുഫ, അവർക്കാണ് അഹ്ലുസ്സുഫ എന്ന് പറയുന്നത്. ഓരെയും വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാല് കൊടുത്തു. അബൂ ഹുറൈറ അബൂ ഹുറൈറയോട് വിതരണം ചെയ്യാൻ പറഞ്ഞത് എന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അത് വിതരണം ചെയ്തു. അവസാനം അദ്ദേഹം കുടിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ബാക്കി കുടിച്ചു എന്ന് ഒരു സംഭവത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒരിക്കതേമാതിരി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനു അടക്കം അവിടെയുള്ള എല്ലാവർക്കും ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഈത്തപ്പഴം വെച്ച് കൊടുത്തു. ഇതും കുടിച്ചോളി, കുറച്ച് വെള്ളം കുടിച്ചോളി, ഇന്നൊക്കെ ഇത് അത്യാവശ്യമായിക്കാണെന്നാണ്. അതേ ഉള്ളു കൊടുക്കാൻ. അവർ 2 ഈത്തപ്പഴവും പച്ചവെള്ളം
ഒരു ദിവസത്തേക്ക് അത്യാവശ്യം അതിനെ മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ ഞാൻ ഒരു ഈത്തപ്പഴം തിന്നിട്ട് ഒന്ന് ഞാൻ അവിടെ ഡ്രസ്സിൽ ഇട്ടു, ഇങ്ങനെ ഇട്ടു. അപ്പോൾ ചോദിച്ചു എന്താ തിന്നാത്തത്? അപ്പോൾ അത് ഉമ്മക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞു. അത് നീ തിന്നോ, ഉമ്മക്ക് വേറെ 2 ഞാൻ തരാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എപ്പോഴും ഉമ്മയെ ദഅവത്തെടുത്തിരുന്നു. പക്ഷേ ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറായില്ല. ഒരിക്കൽ റസൂലിനെ ചീത്തറിഞ്ഞുമ്മ. അപ്പം ഭയങ്കര സങ്കടമായി കരഞ്ഞു കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തേക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചെന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഉമ്മനെ എത്ര ദഅവത്തെടുത്തിട്ടും കേൾക്കണില്ല, നിങ്ങൾ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബി ഹുറൈറത, അബൂ ഹുറൈറൻ്റെ ഉമ്മക്ക് അള്ളാഹുവേ നീ ഹിദായത്ത് നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ റസൂലിന് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, ആ പ്രാർത്ഥന കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിന് ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിയപ്പം ഉമ്മ ഉണ്ട്, തട്ടൊക്കെ ഇട്ടിട്ട് വാതിലാണ് തുറന്നിട്ട് ഷഹാദത്തിലാണ്. ഷഹാദത്ത് പരിചയമില്ലാത്ത ആളല്ല, ചെല്ലൂലേനു. അന്ന് ചെന്നപ്പോൾ ഉണ്ടല്ലോ ആള് ഷഹാദത്തിലാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലും. അപ്പോൾ കരഞ്ഞ് ചെന്ന ഞാൻ പിന്നെ സങ്കടം കൊണ്ട് കരഞ്ഞ ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ വിവരം പറഞ്ഞു. എന്നിട്ട് പിന്നെയും പറഞ്ഞു, റസൂലേ എനിക്കും എൻ്റെ ഉമ്മക്കും എല്ലാവരും ഞങ്ങളെ ഇഷ്ടപ്പെടണം എന്ന് നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹുമ്മ ഹബ്ബിബ് ഉബൈദക ഹാദാ വ ഉമ്മഹു ഇലാ ഇബാദിക്കൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവേ നീ അബൂ ഹുറൈറയെയും ഉമ്മയെയും ഇഷ്ടമുള്ളവരാക്കണേ, പ്രിയമുള്ളവരാക്കണേ എന്ന് ദുആ ചെയ്തു. ഇങ്ങനെ അബൂ ഹുറൈറ ഇത് പറഞ്ഞെടുക്കലുണ്ട്, എന്നെ കാണാത്ത ഏത് മുഅ്മിനും എന്നെ ഇഷ്ടപ്പെടും. അദ്ദേഹത്തിന് അത്ര യഖീനായിരുന്നു. എന്നെ കാണാത്ത ഏത് മുഅ്മിനും എന്നെക്കുറിച്ച് എപ്പോൾ കേട്ടോ അപ്പം എന്നെയും എൻ്റെ ഉമ്മനെയും അവരിഷ്ടപ്പെട്ടിരിക്കും. എന്നിട്ട് ഈ സംഭവം പറഞ്ഞെടുത്തു എന്നാണ്. അങ്ങനെ എൻ്റെ ഉമ്മക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പോൾ മുഅദ്ദിനാണ്. ചിലപ്പം മുഅദ്ദിനീങ്ങളായിട്ട് ചിലവരെ നിശ്ചയിക്കും. അതിലൊന്ന് ചരിത്രത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ ദഹബി സൂചിപ്പിക്കുന്നുണ്ട്. ഇനി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹിഫ്ള് കപ്പാസിറ്റി, അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ, ഇതൊക്കെ കുറേ വിശദീകരിക്കുന്നുണ്ട്. അതായത് സംഗതി 7-ാം കൊല്ലം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 11 വഫാത്തായി. അപ്പോൾ 4 കൊല്ലം മാത്രമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. എന്നിരിക്കെ എങ്ങനെ ഇത്ര ഹദീസ് റിപ്പോർട്ട് ചെയ്യും, ബാക്കിയുള്ളവർക്കൊന്നും ഇല്ലാത്തത് എങ്ങനെയെന്നാണ് ഒരു ചോദ്യം. അപ്പോൾ അത് അന്നേ ഉണ്ടായിരുന്നു ആ വിമർശനം. അപ്പോൾ ആ വിമർശനം ഓരോന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പ്രത്യേകിച്ച് ദേഷ്യമുള്ളതുകൊണ്ട് വിമർശിച്ചതല്ല, അവർ സ്വാഭാവികതയിൽ അതെങ്ങനെ വരും എന്ന് ചോദിച്ചു. അപ്പോൾ ചോദ്യം പ്രസക്തമാണ്, അതിന് മറുപടിയുണ്ട്. അപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ, നിങ്ങളെ എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ അങ്ങാടിയുടെ തിരക്കുകൾ അവരെ ഈ റസൂലിൻ്റെ കൂടെ ഇരിക്കുന്നതിൽ നിന്ന് ചെലവഴിച്ചപ്പോൾ ഓരോരുത്തരും അവരുടെ സമ്പത്തും അധ്വാനവും ദുന്യാവൊക്കെ ഇട്ട് പോയപ്പോൾ ഞങ്ങൾ കുറച്ച് സുഫക്കാരുണ്ടായിരുന്നു, എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും കിട്ടിയാൽ അതാണ് ഞങ്ങൾക്കും വയറെന്നറിയാം. നിങ്ങളാരുമില്ലാത്തപ്പോഴും ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഓരോരുത്തരും കേട്ടതൊക്കെ പലതും മറക്കുമ്പോൾ ഞാൻ മറക്കാറില്ലായിരുന്നു. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയും ചെയ്തു, എൻ്റെ ആ വസ്ത്രം ഈ ഇതുണ്ടല്ലോ തട്ടം ആണ് വിരിക്കാറുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിരിച്ചത് എന്നിട്ട് ചേർത്ത് വെക്കാൻ പറഞ്ഞു, നെഞ്ചത്ത് വെക്കാൻ പറഞ്ഞു. ഇനി നീ കേൾക്കണമെന്നും മറക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് അറിയിച്ചു. അങ്ങനെ ഒരു മുഅ്ജിസത്തിൻ്റെ ഒരു അസർ, ഒരു അനന്തരഫലം അതെൻ്റെ ജീവിതത്തിൽ പ്രകടമാവും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 4 കൊല്ലം കൊണ്ട് അനുനിമിഷം ഒരാൾ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ഉണ്ടാവും. 4 കൊല്ലത്തെ സംഭവം മുഴുവൻ ഒരാൾ പറയാൻ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ അത്രകത്തിന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളൂ.
അപ്പോൾ ഏതായാലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് ഹദീസ് അത്രയും ഹിഫ്ള് ചെയ്തത്. ഒരിക്കൽ അതേപോലെ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താ അബൂ ഹുറൈറ കുറേ ഹദീസ് പറയുന്നുണ്ടല്ലോ? അപ്പം ഒന്ന് ഇങ്ങനെ തമാശക്ക് വെച്ചാണ്, ഒരു ഓരമ്മലുണ്ടാവില്ല തമാശ, മറക്ക് പിന്നിലിരുന്നിട്ടോ. അപ്പോൾ അബൂ ഹുറൈറ പറഞ്ഞു, അതിന് എനിക്ക് സുർമടാനോ മുടി വാരാനൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ എനിക്ക് ആ ടൈമൊന്നും പോണില്ലല്ലോ, ആ മതി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ലഅല്ലഹു ആവികാരം എന്ന് പറഞ്ഞു എന്നാണ്. അപ്പം അങ്ങനെ എല്ലാവരും പറയുന്നു. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറനെ വിളിച്ചു വരുത്തി. ഉമർ റളിയല്ലാഹു അൻഹു പൊതുവെ ഇങ്ങനെ ഹദീസ് പറയാനേക്കൂല, ഓർപ്പിച്ചിട്ട് പറയാൻ പാടുള്ളൂ. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു, അന്നൊരിക്കൽ ഞാൻ വേറെ കുറച്ച് ആൾക്കാർ ഒക്കെ റസൂലിൻ്റെ കൂടെ ഒരു വീട്ടിലുണ്ടേന്, അന്ന് ഇയ്യും ഉണ്ടേനി പറഞ്ഞു. അന്ന് റസൂൽ എന്താ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ഓർമ്മ ഉണ്ട്. നിങ്ങളെന്തിനാ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായെന്നാണ്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ എന്നാണ് അന്ന് ഹദീസായി പറഞ്ഞത്. ആരെങ്കിലും എൻ്റെ മേലിൽ കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞിരുന്നു. അതെനിക്ക് ഓർമ്മ ഉണ്ട് പറഞ്ഞു. അന്നാ ഒന്നുമില്ല ഈ ഹദീസ് പറഞ്ഞു. ഈ നിലപാടിൽ നിന്നുകൊണ്ട്, കാരണം പലരും എന്താണ് സൂക്ഷ്മത ഇല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതെന്താ ഉണ്ടാവുമല്ലോ, നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് കള പറഞ്ഞവരുണ്ട്, അതൊക്കെ പൊക്കും. അപ്പോൾ അതുകൊണ്ട് അതിൽ ശ്രദ്ധിക്കണം എന്നൊരു ഉപദേശം അമീറുൽ മുഅ്മിനീൻ എന്ന നിലക്ക് ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്തു. അബൂ ഹുറൈറ ഹദീസിൻ്റെ സദസ്സ് സംഘടിപ്പിച്ച ഫസ്റ്റ് പറഞ്ഞ ഹദീസ് ഇതേക്കാരം, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ എന്ന ഹദീസാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആദ്യം തൻ്റെ സദസ്സിൽ പറഞ്ഞിരുന്നത് എന്നാണ്. ഒരിക്കൽ മുആവിയ റളിയല്ലാഹു അൻഹു ഒരു സദസ്സൊരുക്കി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് പറയാൻ തുടങ്ങിയിട്ട് സുബ്ഹി വരെ ഹദീസ് പറഞ്ഞു കൊടുത്തു എന്നാണ്. സുബ്ഹി വരെ ഹദീസ് പറഞ്ഞു കൊടുത്തു എന്ന് അദ്ദേഹത്തിനെ കുറിച്ച് ചരിത്രത്തിൽ കാണാം. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാം. കഅബ് ബിൻ മാലിക്കിൻ്റെ അടുത്ത് അബൂ ഹുറൈറ ഇരിക്കലുണ്ട്. കഅബ് ബിൻ മാലിക് എന്ന് പറഞ്ഞാൽ ആരാറിയും, ഈ വേദഗ്രന്ഥങ്ങൾ മറ്റു തൗറാത്ത് ഇഞ്ചീലിനെ കുറിച്ച് നല്ല ഇൽമുള്ള പണ്ഡിതനാണ് കഅബുൽ അഹ്ബാർ എന്നറിയപ്പെടുന്ന കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അപ്പോൾ കഅബ് ബിൻ മാലിക് ഒരു അതിശയോക്തി പറയാനുണ്ടാവും. ഒരു അതിശയം പറഞ്ഞാണ്, തൗറാത്തും ഇഞ്ചീലും വായിക്കാതെ അയിത്ത മസല അറിയണ ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ, അത് അബൂ ഹുറൈറയാണ്. മൂപ്പര് തൗറാത്തും വായിച്ചില്ല, ഇഞ്ചിലും വായിച്ചില്ല, പക്ഷെ അയിത്ത മസലൊക്കെ അറിയാം. അതെങ്ങനെ കിട്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്ത് നിന്ന് കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗറാത്തും ഇഞ്ചിലും വായിച്ചില്ല, പിന്നെ അള്ളാഹ് അറിയിച്ചു കൊടുത്തു. ആ സംഗതി അങ്ങനെ ഒപ്പിയെടുത്തിട്ടുണ്ടാലേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഞാൻ എന്ത് അതറിഞ്ഞെടുത്താലും ആൾക്കതറിയുണ്ടാവും. മറ്റു വേദങ്ങളിൽ നിന്ന് എന്ത് കാര്യം പറഞ്ഞെടുത്താലും അത് ആൾക്കറിയുണ്ടാവും. പക്ഷെ മൂപ്പരേറ്റ തൗറാത്തും ഇഞ്ചീലും വായിച്ചിട്ടില്ല. മാ റഅയ്തു അഹദൻ ലം യഖ്റഇ തൗറാത അഅലമു ബിമാ ഫീഹാ മിൻ അബീ ഹുറൈറത എന്ന് പറയുമായിരുന്നു എന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോഴൊരു സംഭവം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഖബറിന്ന് വിട്ടുപോകുന്നില്ലായിരുന്നു എന്നാണ്. വഫാത്തായപ്പോൾ കുറേ നേരം അവിടെ നിന്ന്, എന്നിട്ട് കുറേ റഹ്മത്ത് അബൂ ഹുറൈറക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പറഞ്ഞു, കാന മിമ്മൻ യഹ്ഫളു ഹദീഥ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മുസ്ലിമീൻ. മുസ്ലിങ്ങൾക്ക് വേണ്ടി അത്രയും ഹദീസ് റിപ്പോർട്ട് ഹിഫ്ള് ചെയ്തിരുന്ന പണ്ഡിതനായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് അദ്ദേഹത്തിൻ്റെ വഫാത്ത് സമയത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. പിന്നുള്ളത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, ഇതിപ്പോൾ ഒരു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അതേപോലെ അബൂ അയ്യൂബിൽ അൻസാരി, അദ്ദേഹം ഒരിക്കൽ അബൂ ഹുറൈറ അൻ റസൂലില്ലാഹ് പറഞ്ഞു, സാബിയാണല്ലോ, അബൂ ഹുറൈറ അൻ റസൂലില്ലാഹ് പറഞ്ഞു.
അപ്പോൾ ആൾക്കാർ ചോദിച്ച് നിങ്ങളെന്തിനാണ് വേറെ ആൾ വഴി, നിങ്ങൾ റസൂൽ സാഹിബിയല്ലേ? അപ്പോൾ അബൂ അയ്യൂബ് പറഞ്ഞല്ലോ, അബൂ ഹുറൈറ ഞാൻ റസൂലിൽ നിന്ന് നേരിട്ട് കേട്ടു എന്ന് പറഞ്ഞേക്കാൾ എനിക്കിഷ്ടം അബൂ ഹുറൈറ വഴി റസൂലിൽ, കാരണം അത് അത്ര ഉറപ്പിക്കാറ് ഇളകൂലാണ്. ചിലരൊക്കെ പറഞ്ഞേ ഈ അബൂ ഹുറൈറയ്ക്ക് വല്ലാതെ ഹദീസ് പറയുന്നുണ്ട് ഇങ്ങനെ പറയും. ഇബ്നു ഉമറൊക്കെ പറയട്ടോ. പിന്നെ അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങളൊന്നും അത്ര ഹദീസ് പറയാത്തത്, ഞങ്ങൾ പേടിച്ചിങ്ങനെ നിൽക്കും, അബൂ ഹുറൈറക്ക് അജാതി പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്കിങ്ങനെ പേടിയാണ് ഹദീസ് പറയാൻ തെറ്റുമെന്ന്, അബൂ ഹുറൈറക്ക് അങ്ങനെ പേടിയൊന്നുമില്ല പറഞ്ഞു. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, അതിന് നിങ്ങൾ പഠിച്ചത് മറന്നീന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അത് യക്കീനായിരുന്നു, താൻ പഠിച്ചത് താൻ മറന്നിട്ടില്ല എന്ന യക്കീൻ. അപ്പം നിങ്ങൾ പഠിച്ചത് മറന്നീന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന്. അപ്പോൾ ഓരുടെ അടിയിൽ തന്നെ സ്വാഭാവികമായൊരു സംസാരം ഉണ്ടായിരുന്നു. അവർക്ക് ആർക്കും അതിലൊരു ആക്ഷേപമില്ലായിരുന്നു. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ അബൂ ഹുറൈറ കള്ളനാണെന്നാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കള്ളനാണെന്ന് പറഞ്ഞവരുണ്ട്. കുറേ ഹദീസ് ഇസ്ലാമിലേക്ക് കെട്ടിച്ചമച്ച് കൊണ്ടുവന്നു, പൈസക്ക് വേണ്ടി ഹദീസ് റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പല ആരോപണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെതിരെ ഉണ്ട്. ആ ആരോപണത്തിന് ഒരു മുതലെടുക്കൽ സഹാബത്തിൻ്റെ സംസാരങ്ങളാണ്. സഹാബത്ത് ഇതൊരിക്കലും വിമർശനത്തോടു കൂടി പറഞ്ഞതല്ലായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ സത്യസന്ധത, ഇൽമ് അതൊക്കെ അവർക്കറിയാമായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുഫ്തിയനും മദീനത്ത് വഫാത്താവണ വരെ ഫത്വ കൊടുത്തിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്താവുന്നത് വരെ ഫത്വ കൊടുത്തിരുന്നു. പക്ഷെ ചിലവർക്കൊന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഫിഖ്ഹ് ബോധ്യപ്പെടാത്തതുകൊണ്ട് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, അബൂ ഹുറൈറയിൽ നിങ്ങൾ സ്വർഗും നരകും തസ്കിയത്തൊക്കെ റിപ്പോർട്ട് ചെയ്തോ, ഫിഖ്ഹ് റിപ്പോർട്ട് ചെയ്യേണ്ടാറ്. അപ്പോൾ അതിനും മറുപടി കിട്ടിയിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അപാര ഫഖീഹായിരുന്നു. അതായത് ഒരു കാര്യത്തിൽ എങ്ങനെ ഗവേഷണം ചെയ്യണം, എങ്ങനെ ഫത്വ കൊടുക്കണം എന്ന് നല്ല കാഴ്ചപ്പാടുള്ള ആളായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇപ്പോൾ പല ഫത്വക്കും അതേ സമയത്ത് ഫത്വ ചോദിക്കാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ്, ഇബ്നു ഉമർ ഇവരൊക്കെ ഒരു സമയത്ത് മദീനത്തുണ്ടായിരുന്നു. ഒരേ സമയത്ത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഫത്വ ചോദിക്കാൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്കൊക്കെ ഫത്വക്കാരൻ വന്നാൽ നേരെ അങ്ങോട്ട് പറഞ്ഞേക്കും, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ഫത്വക്ക് പറഞ്ഞേക്കും. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഫത്വ പറയും, എന്നിട്ട് അത് ഇട്ടിട്ട് വരുന്ന ഇബ്നു അബ്ബാസ് അതേപോലെ അംഗീകരിക്കും. ആ ഫത്വ അംഗീകരിച്ചിരുന്നു എന്നാണ്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വെറും ഇങ്ങനെ ഹദീസിൻ്റെ റാവി എന്ന് അറിയും ചിലവരെ കുറിച്ച്, കാണാപ്പാടം അങ്ങനെ അറിയും. പക്ഷെ അതെന്താ ഉദ്ദേശം എന്നൊന്നും ചോദിച്ചാൽ പറയാൻ കിട്ടൂല. അങ്ങനത്തെ ഒരുണ്ട്, അങ്ങനെ കാണാൻ പഠിച്ചേക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങനെയുള്ള ആളല്ല, കാണാൻ പഠിക്കുക മാത്രമല്ല മനസ്സിലാക്കി പഠിച്ചിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചിരുന്നു എന്നാണ്. ഇനി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇബാദത്തിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവിടുന്ന് ഉറങ്ങിയിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉറങ്ങുള്ളൂ, എന്തെങ്കിലും ഹദീസ് മിസ്സാവ് വെച്ചിട്ടു. വൈകി ഉറങ്ങുന്നത് കാരണത്താൽ രാത്രി നിസ്കാരം അദ്ദേഹത്തിന് സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉറങ്ങണീന് മുമ്പ് നിസ്കരിച്ചാൽ. രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ ഉറങ്ങിയതിൻ്റെ ശേഷം പിന്നെ ഒന്ന് എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയൂലേനു. അപ്പോൾ പിന്നെ ഉറങ്ങിയാൽ സുബഹിക്ക് നീക്കുള്ളൂ. അപ്പോൾ പറഞ്ഞു, എന്നാൽ ഉറങ്ങണീന് മുമ്പ് നിസ്കരിച്ചാളെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രത്യേകം വസിയത്തുണ്ടായിരുന്നു. പിന്നെ ളുഹയും നിസ്കരിക്കുക എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആ തിരക്കൊക്കെ അവസാനിച്ചപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുത്ത് വിരുന്ന് പോയ ഒരു താബിഈ പറയാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കണ്ടത് 7 ദിവസം ഞാൻ അവിടെ വിരുന്നായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കണ്ടത് അദ്ദേഹവും ഭാര്യയും അദ്ദേഹത്തിനൊരു ഖാദിമുണ്ടായിരുന്നു, ഒരു സർവൻറ്റ്. ഒരു 3 ആളും രാത്രി ഹയാത്താക്കും. ആദ്യം ഒരാൾ നീക്കും, എന്നിട്ട് നിസ്കരിക്കും. ആ ബാക്കി 2 ആൾ ഉറങ്ങാവും. പിന്നെ ഭാര്യ എഴുന്നേൽക്കും, പിന്നെ അടുത്ത ആൾ എഴുന്നേൽക്കും. അങ്ങനെ ഒരു രാത്രി ആരെങ്കിലുമൊക്കെ ഒരാളായിട്ട് ആ വീട്ടിൽ നിസ്കരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് ഇദ്ദേഹം പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിന്നെ നോമ്പ് സുന്നത്തെടുക്കലുണ്ടായിരുന്നു. എല്ലാ മാസവും ആദ്യത്തെ 3 ദിവസം നോമ്പെടുക്കും, പിന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കും. ഇതായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ നോമ്പ് പറഞ്ഞാൽ. പിന്നെ അദ്ദേഹം നല്ലോണം ദിക്റല്ലോ,
ദിക്ർ എല്ലാവരും ഒരു സഞ്ചി ഉണ്ടായിരുന്നു. ആ സഞ്ചിയിൽ കുറേ ഈത്തപ്പഴക്കുരുണ്ട്. എന്നിട്ട് ഇങ്ങനെ ദിക്ർ ചെല്ലുമ്പോൾ എണ്ണും ഈത്തപ്പഴക്കുരു. എന്നിട്ട് അത് തീർന്ന പിന്നെ തീക്കിട്ടിട്ട് പിന്നെയും എണ്ണും. അങ്ങനെ എണ്ണം പിടിച്ച് ദിക്റല്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം പിന്നെ 12,000 തവണ സുബ്ഹാനല്ലാഹ് പറയലുണ്ട് തസ്ബീഹ്. എന്നിട്ട് അദ്ദേഹം പറയും, പാപത്തിൻ്റെ തോതനുസരിച്ച് ഞാൻ തസ്ബീഹ് ചെല്ലട്ടെ എന്നിങ്ങനെ പറയും ചെയ്യുന്ന, പാപത്തിൻ്റെ തോതനുസരിച്ച് ഞാൻ തസ്ബീഹ് ചൊല്ലട്ടെ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പം അങ്ങനെ ആ ഒരു സമയത്ത് നല്ലോണം ഹദീസ് പറഞ്ഞു കൊടുത്ത് തദ്രീസ് നടത്തി പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ശക്തമായി ഇബാദത്ത് ചെയ്തിട്ടുമുണ്ട്. ഇനിയുണ്ട് കുറച്ച് സംഗതി, സമയമായില്ലേ? അദ്ദേഹത്തിൻ്റെ ഞാനിങ്ങനെ വെറുതെ നോക്കിയപ്പോഴേ 10-50 പേജ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഇമാം ദഹബി ചെലവഴിച്ചിട്ടുണ്ട്. 175 മുതൽ അല്ല 50 206 വരെ. അപ്പം 75, 85, 95, 30 പേജ് ഈ വിഷയത്തിലുണ്ട്. ഇനി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട 1-2 സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ വഫാത്തുമുണ്ട്. സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.